ഇപ്പൊ ഞാനിപ്പോ മോളുടെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ അവളിപ്പോ നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഉറക്കം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഉം. കാരണം വെച്ചാൽ ആർക്കിടെക്ചർ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉം. നിങ്ങൾ ശരിക്കും അത്രയും പാഷൻ ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. ഓക്കെ. നല്ല നല്ല രീതിയിൽ നമ്മൾ അതിനകത്തേക്ക് വർക്കൗട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ഉള്ളൂ ഓക്കെ, ഓക്കെ. അതല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ മോളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ചെന്നപ്പം അവിടെ പ്രിൻസിപ്പളും ഞങ്ങളോട് പറഞ്ഞാണ്. ഉം. നമ്മളിവിടെ 2ാമത്തെ വർഷം, 3ാമത്തെ വർഷമൊക്കെ കുഞ്ഞുങ്ങള് വേണ്ടാന്ന് പറഞ്ഞിട്ട് ക്വിറ്റ് ചെയ്ത് പോകുന്ന ഒരു ആണല്ലേ? സാധനാണ്. ഓ. അപ്പം മോൾക്കത് ഇഷ്ടാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങള് അപ്പം അവൾക്ക് ഇഷ്ടമായിരുന്നു. അവള് ഉം. ഒരു 6ാം ക്ലാസ് മുതൽ അവള് ഈ ഒരു കോഴ്സിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരി, അതിനെ ശരി. ബേസ് ചെയ്താണ് അവള് വന്നത്. ശരി, അപ്പൊ ശരി. ഞങ്ങളത് പറഞ്ഞപ്പോ സാറ് ഭയങ്കര സന്തോഷായിരുന്നു സാറിന്. ഹുഹുഹുഹു. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഫഷനാണ് ശരിക്കും. അപ്പൊ ഹുഹുഹു. അതുകൊണ്ട് നമ്മുടെ നാട്ടില് ശരിക്കും ഈ ഉറക്കളച്ചിരുന്ന് വരച്ച് അതുപോലെ ഉം. എക്സാമിന് പഠിച്ച് ആ ഒരു രീതിയിലാണ്. പക്ഷേ അവിടെയാണെങ്കിലും അവള് പറയുന്നത് ഈ പ്രോജക്റ്റ് ചെയ്യേണ്ട സമയത്ത് ചിലപ്പോ 2, 3 ദിവസം ഉറക്കളയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഉം. പക്ഷേ ഭയങ്കര സാറ്റിസ്ഫൈഡാ. പക്ഷെ ഉം. ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. വ്യത്യാസമുണ്ട്. അപ്പൊ അതായത് തിയറി കംപ്ലീറ്റ്ലി നമ്മൾ പഠിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തോണ്ടല്ല. നമുക്ക് ഉം. ആ ഒരു സാധനത്തിൽ ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ ഫൈനൽ സബ്മിഷൻ അല്ലാണ്ട് നമ്മള് ജസ്റ്റ് ആ മോഡലോ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമ്പോ ഒരു ഉം. പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പഴേക്കും അവിടുത്തെ ഫാക്കൽറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കറക്ഷൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാ വളരെ എന്താ പറയാ നമ്മള് ഫ്രണ്ട്സ് ആ, സംസാരിക്കുന്ന ഓക്കെ, ആ ഓക്കെ. ഒരു രീതിയിലാണ്. അവര് അതിങ്ങനെ ആയാൽ കുറച്ചും കൂടി ബെറ്റർ ബെറ്റർ ആയിരിക്കും. ആയിരിക്കേലേ അതെങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. അങ്ങനെയല്ല. അത് അതിങ്ങനെ വന്നാ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കേലേ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ. അങ്ങനത്തെ സജഷൻസ് ആണ് വരുന്നത്.